കാണിച്ചത്? ഇങ്ങനെ ഒച്ച വെച്ച് ചിരിക്കാനും സംസാരിക്കാനും നമ്മുടെ വീടാണെന്നാണോ നിന്റെ വിചാരം? എല്ലാത്തിനും അടുക്കും ചിട്ടയും ഡിസിപ്ലിനും ഒക്കെയുള്ള ഒരു വീടാണിത്. എന്താ 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 സംസാരിക്കാൻ പോലും പാടില്ലെന്നോ? ഇവിടെ എന്താ എമർജൻസി ഡിക്ലെയർ ചെയ്തിരിക്കുന്നു? മോൾ എങ്ങനെ ഇവിടെ കഴിച്ചു കൂട്ടുന്നു? സമ്മതിക്കണം, എനിക്കിവിടെ ഒരു കുറവുമില്ല. എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഭർത്താവുള്ളപ്പോൾ മറ്റെന്ത് കുറവുണ്ടെങ്കിലും അതെനിക്ക് സഹിക്കാനേ ഉള്ളൂ. ചേച്ചിയുടെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ചേച്ചി ഇവിടെ പേടിച്ച് കഴിയാണെന്ന്? ചേച്ചിയെ പെണ്ണ് കാണാൻ ചേട്ടനെ അയക്കാതിരുന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവിടെ സ്ത്രീഭരണമാണെന്ന്. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇപ്പോഴേ നോക്കിയും കണ്ട് നിന്നില്ലെങ്കിലേ ചേച്ചിയെയും ചേട്ടനെയും ചിലപ്പോ ആന്റി 2 മുറി കടത്തി ഉറക്കും. ഒന്ന് പതുക്കെ പറയടി, ഒന്ന് കേൾക്കണ്ട. ഓ പിന്നെ കേട്ടാലെന്താ, എന്റെ മൂക്ക് ചെത്തുവോ? ആ ഫോറസ്റ്റ് അങ്ങനെ ഇനി ഒന്ന് കാണട്ടെ. കല്യാണം കഴിഞ്ഞ പിന്നെ ആളെ കണ്ടിട്ടേ ഇല്ല. ഇത് കുറെ ഉണ്ടല്ലോ. ലക്ഷണം കണ്ടിട്ട് പെർമനന്റ് സ്റ്റേ ആണെന്ന് തോന്നുന്നു. എന്റെ വെക്കേഷൻ 2 മാസം, അത് കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അതിനു മുമ്പ് മമ്മി ഇവിടുന്ന് പാക്ക് ചെയ്യാതിരുന്നാ മതി. ഇതാ ബാലൻസ്. ആ വെച്ചോളൂ, ലഗേജ് ഒക്കെ എടുത്തതല്ലേ. മഞ്ജു, നീ വന്നു കയറുന്നതിന് മുമ്പ് തുടങ്ങിയോ? സോറി രവി. സാരമില്ല ചേട്ടത്തിയമ്മേ, ഇതേ തലക്കിട്ട് കിട്ടാത്തതിന്റെ കുഴപ്പമാണ്. എന്താ മഞ്ജു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? 2 ദിവസം ചേച്ചിയുടെ കൂടെ കഴിയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടുത്തെ പോലീസ് ചിട്ടയൊക്കെ കണ്ടിട്ട് ഒരു ശുദ്ധികലശം നടത്തേണ്ടി വരുമെന്നാ തോന്നുന്നത്. ദേ എത്ര ദിവസം വേണമെങ്കിലും എന്റെ മോൾ ഇവിടെ നിന്നു. ഇല്ലാത്ത കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി. എനിക്കിവിടെ ജീവിക്കേണ്ടതാ. ചേച്ചി ഒന്ന് ചുമ്മായിരി. ഇതേ 20th സെഞ്ചുറിയാ. ആ എനിക്കൊന്ന് കുളിക്കണം. ബാത്റൂം എവിടെ? അവിടെ. ആന്റി, ഹായ്. സേമിയ പായസം എനിക്ക് വലിയ ഇഷ്ടം. മധുരം കുറച്ച് കൂടുതൽ ഇട്ടോ. ഇവിടെ ആരും അടുക്കള ചെരുപ്പിടാറില്ല. സോറി ആന്റി. ഹായ് ആപ്പിൾ. നീ കയ്യോ കഴിയിട്ടില്ല. ആപ്പിളെങ്കിലും കഴിയിട്ട് തന്നൂടെ? ഫ്രൂട്ട്സ് കഴുകാതെ നിന്നാലേ ഫലം കിട്ടുമെന്ന് പേപ്പറെ കണ്ടു. ആന്റി ഇത് വായിച്ചില്ലല്ലേ? വരാൻ ചായ. ഇപ്പൊ ചായ കുടിക്കേണ്ട സമയമല്ല അല്ലേ വരേ? അതെ. ചായ കുടിക്കാൻ അങ്ങനെ പ്രത്യേക സമയമൊന്നുമില്ല. ചായ എപ്പോഴും കുടിക്കാമല്ലോ അല്ലേ വരേ? ഓക്കെ സാർ. മമ്മി, എന്താ? ഡോക്ടർ ജോസഫ് ചെറിയാൻ വിളിച്ചിരുന്നു. നാളെ രാവിലെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ അല്ല, ആർക്കും ഇവിടെ അസുഖം? ഡാഡിക്ക്. അതിനിവിടെ ഈ ഡോക്ടറില്ലേ? ഡോക്ടർ ജോസഫ് ചെറിയ ഞങ്ങളുടെ ഫാമിലി ഡോക്ടറാ. മാസത്തിൽ ഒരിക്കൽ വന്ന് ഡോക്ടർ ഞങ്ങളെയൊക്കെ ചെക്കപ്പ് ചെയ്യും. അപ്പൊ ഡോക്ടർ സാർ മാർക്ക് ലിസ്റ്റ് തിരുത്തി ഡോക്ടറായ പാർട്ടി ആയിരിക്കും. ഓ എന്തൊരു സൂട്. ഇവിടെ ആരും കാണുന്നില്ല പണ്ടാറം. തിരുമൽ ദേവാ, നമുക്ക് നല്ല ബിസിനസ് നടക്കണേ. താനായിരുന്നു. താനിത് എപ്പോഴും വീഡിയോ കാസറ്റായിട്ട് വരുന്ന മമ്മി കണ്ടോണ്ടല്ലോ. കൊച്ചമ്മ കാറിൽ പോകുന്ന 2 കണ്ണുണ്ട് കണ്ടല്ലോ. ആ ഏതൊക്കെ പടങ്ങളുണ്ട്? നല്ല നല്ല പുരാണ പടങ്ങളുണ്ട്. ശ്രീരാമ പട്ടാഭിഷേകം, ഭക്ത കുചേള, പാലാട്ട് കേമൻ. ആ അതൊക്കെ താൻ തന്നെ കണ്ടാ മതി. മമ്മൂട്ടിയുടെ വല്ല പടങ്ങളുണ്ടോ? ഉണ്ടല്ലോ. ആ ഉണ്ടെങ്കിൽ യൗവനിക അതുണ്ട്. എങ്ങനെ ഉണ്ടാക്കാണ്? അതും വേണ്ട. ആ കാണാമറയത്തുണ്ട്. ആ തിരുമൽ ദേവ, ഇനി രുക്മയുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ സ്ഫോടനമുണ്ട്. അത് വേണ്ട. അതിറാത്രം. ആ അതിട്. ഇനിയും കഥ തുടരും. അതോട്. ഇങ്ങനെ പോയാലേ നിന്റെ കഥ അധികം തുടരില്ല. ദിവസം എത്ര ഗ്യാസറ്റൊക്കെ എടുത്ത് കൂട്ടുന്നത്? മമ്മി അറിഞ്ഞോണ്ടല്ലോ. മമ്മി സെൻസർ ഓഫീസ് വരുന്നതിന് പറഞ്ഞ ഇതെല്ലാം അങ്ങനെ തിരിച്ചു കൊടുക്കും. ആ പോയാലും പുസ്തകത്തിൽ വായിക്കില്ലേ? എന്തായി ഞാൻ പറഞ്ഞ ഗ്യാസ്? കിട്ടി. വലിയ പ്രൈസാണ്, കോസ്റ്റ്ലിയാണ്. എത്ര? 150 രൂപയാവും വിലയ്ക്ക്. നോക്കാൻ മാത്രം. ഒന്ന് നോക്കാൻ 150 രൂപ. അത് കൂടുതല. അയ്യോ, ഇത് ഷർട്ട് വേറെയാണ് സാറേ, കോപ്പിയല്ല, ഒറിജിനലാണ്. ഇതേ കല്യാണമോ പറ്റിയ സാധനമാണ്. വേഗം. ഇത് 10 കമാൻഡ്മെന്റ്സ് അല്ലേ? അതെ സാറേ, 10 കൽപ്പനകൾ തന്നെ.
പുതിയതായി കല്യാണം കഴിച്ചവർക്കുള്ള എല്ലാ ഐറ്റംസ് ഇതിലുണ്ട്. ഈ വക കാസറ്റുള്ള ഈ പേരിൽ ഇറക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ എന്നെ ഉള്ളിൽ പോയതേ തിരുമ്പൽ ദേവാ. മതി മതി, എനിക്ക് ഈ കാസറ്റ് എന്ന് വരും ഒറ്റ കുഞ്ഞറിയാം. കണ്ടിട്ട് 2 ദിവസം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. എന്ന് വെച്ചാൽ താൻ ഇങ്ങോട്ട് വേണ്ടെന്ന് മനസ്സിലായോ? എവിടെയൊക്കെ ഇന്നൊരക്കം നാളെ കടം. ആ വളരെ വളരെ നന്ദി. ഇന്നൊരു കലക്ക് കലക്ക്. അയ്യോ ചേട്ടൻ ഏത് cassette എടുത്തേ? കാസറ്റ് അല്ല, ഇത് ഒന്ന് നോക്കട്ടെ നീ. അല്ല ഇത് അയ്യോ. ഹായ്, 10 commandments. ഇത് തെലുങ്ക് ഞാൻ തെലുങ്ക് മിസ് ചെയ്ത പടം ഇത്. ഞാൻ കണ്ടിട്ട് വരാം. Please, ഞാൻ കണ്ടിട്ട് വരാം. ഞാൻ പറയുന്നത് മനസ്സിലാക്കും മഞ്ജു. ഞാൻ തരില്ല. മഞ്ജു മഞ്ജു പ്ലീസ് പറയുന്നത് മഞ്ജു. തരില്ലെന്ന് മഞ്ജു പറഞ്ഞില്ലേ? ഇതാ മഞ്ജു. മഞ്ജു ഇത് അതല്ല, കാണാൻ കൊള്ളില്ല മഞ്ജു. തരില്ല. മഞ്ജു മഞ്ജു ഇത് നോക്കണേ മഞ്ജു. അയ്യോ മഞ്ജു 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 നിക്ക് മഞ്ജു. ഞാൻ മഞ്ജു, തരില്ല. അയ്യോ മഞ്ജു ഞാൻ പറയുന്നത് കേൾക്കാം. മഞ്ജു മഞ്ജു ഞാൻ പറയുന്നത് കേൾക്കാം മഞ്ജു. പ്ലീസ് മഞ്ജു പ്ലീസ് മഞ്ജു 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 മഞ്ജു. ബഹളമൊക്കെ ഞാൻ ആന്റി ഇത് വിളിക്കും. ബഹളമല്ല മഞ്ജു, ഇത് കാണാൻ പാടില്ല മഞ്ജു. മഞ്ജു സെറ്റ് ചെയ്താ മഞ്ജു. മഞ്ജു അങ്ങനത്തെ ക്യാസറ്റാണ് മഞ്ജു. അയ്യോ മഞ്ജു ഈ മഞ്ജു മഞ്ജു പറയുന്നേക്ക് മഞ്ജു. മഞ്ജു മഞ്ജു ഇടത് മഞ്ജു. എന്റെ അങ്ങാടിക്കണം. അയ്യോ ഞാൻ എന്ത് ചെയ്യും? അയ്യോ എന്ത് ചെയ്യും മഞ്ജു? അയ്യോ മഞ്ജു പ്ലീസ് മഞ്ജു ഇപ്പൊ ഇടത് മഞ്ജു. മഞ്ജു മഞ്ജു പിന്നെ തരാം. അയ്യോ എന്റെ ദൈവമേ. കറണ്ട് പോയല്ലോ. കറണ്ട് വന്നിട്ട് ഞാൻ ഒന്ന് വിളിക്കാം. മറക്കാതെ വിളിക്കണേ. മറക്കാതെ വിളിക്കാം. അയ്യോ ഓ ഇനി കറണ്ട് വരാതെ കുന്ത വെളി വരില്ലല്ലോ. ഇവിടെ കുത്തിയിരിക്കാം. അയ്യോ എത്രയുണ്ട്? 90/120. ആ മിസ് മേനോന് വളരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എന്റെ പ്രഷർ കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ പ്രഷർ നോർമൽ ആയിരിക്കുന്നത്. എന്നാലും എന്നെ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് സിഗരറ്റ് വലിക്കാറുണ്ട്. ഇഷ്ടാനുസരണമുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റാതെ ഇങ്ങനെ നോർമലായിട്ടിരുന്നിട്ട് എന്ത് പ്രയോജനം പത്മാവതി? ആഹാരം കഴിച്ചു കഴിഞ്ഞൊന്ന് പുകച്ചില്ലെങ്കിൽ അതിന്റെ ഒരു വിഷമം. അല്ല ഡോക്ടർക്ക് അറിയാമല്ലോ. ഏതായാലും മേനോൻ സിഗരറ്റ് വലിക്കരുത്. ആ രവി, ബാക്കിയുള്ളവരെല്ലാം രവി നോക്കിയാൽ മതി. ശരി, എനിക്കൊരല്പ തിരക്കുണ്ട്. വരട്ടെ. ഓ വരട്ടെ. ആ ചേട്ടത്തി വരണം. സുരേഷ്, ഞാൻ കയ്യൊന്ന് ഒട്ടിക്ക്. ആ കൈ. നീ സിഗരറ്റ് വലിക്കാറുണ്ടല്ലേ? ഇല്ല മമ്മി. കള്ളം പറയണ്ട. പിന്നെന്താ ഈ വരുന്നിടം മഞ്ഞ നിറം? അത് ഓഫീസിൽ മതി മതി. ഓഫീസ് ചെന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഉപദേശിക്കാനില്ലല്ലോ. അപ്പോഴായിരിക്കും വഴി കൂടുന്നത്. നോക്ക്, ഇനി ഇത് തുറന്നാലുണ്ടല്ലോ നിന്റെ ഓഫീസിൽ പോയിക്കാൻ നിർത്തും. മനസ്സിലായോ? മമ്മി എന്താടാ? അല്ല മമ്മി എനിക്ക് സംശയം. ആ ഈ സിഗരറ്റ് ബാഗിന്റെ മുകളിലെ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെന്താ ഗവൺമെന്റ് അത് നിരോധിക്കാത്തത്? എങ്കോ ഈ സിഗരറ്റ് വിൽപ്പന കൊണ്ട് എത്ര ലക്ഷം രൂപ നികുതി ഇനത്തിൽ ഗവൺമെന്റിന് കിട്ടുന്നതെന്ന് അറിയാമോ? ഓ അത് ശരി. അപ്പൊ ജനങ്ങളുടെ ആരോഗ്യം പോലെ സാരമല്ല, ഗവൺമെന്റിന് കാശ് കിട്ടിയാൽ മതിയായിരിക്കും. അതിപ്പോ നീ പറഞ്ഞത് ശരിയാ. ഗവൺമെന്റിന്റെ കാര്യം അവരെ നോക്കിക്കോളും. നീ നിന്റെ കാര്യം നോക്ക്. മനസ്സിലായോ? ഇവിടെ പോയി ബുക്ക് എടുത്ത് വായിക്ക്. അല്ല ഇത് പഠിക്കാൻ പറഞ്ഞതാ. ആഹാ മോള് ഇതുവരെ എവിടായിരുന്നു? ഡോക്ടറെ കുത്തിയൊക്കെ പേടിച്ചിട്ട് മിടുക്കി. ഈ കേസിന് ഞാൻ പോരാ, ഒരു ഗൈനക്കോളജിസ്റ്റിനെയാണ് ആവശ്യം. ചേട്ടാ കൺഗ്രാചുലേഷൻ. എന്റെ ആ ഇനി മഞ്ജു വരണം. ഞാനോ? എനിക്കൊരു അസുഖമില്ല. ഉണ്ടോ ഇല്ലയോ തീരുമാനിക്കുന്നത് പരിശോധിച്ചതിന് ശേഷം വരണം. ചെല്ലു മഞ്ജു. മോനെ സുരേഷ്, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് മമ്മി നിന്നെ വഴക്ക് പറഞ്ഞത് വിഷമമുണ്ടല്ലേ? ഇല്ല ഡാഡി. സിഗരറ്റ് വലിയ ആരോഗ്യത്തിന് ചീത്തയാവുണ്ടല്ലേ മമ്മി അങ്ങനെ പറഞ്ഞത്? കഴിവതും സിഗരറ്റ് വലിക്കരുത്. മോനി വന്നേ. മോന്റെ സിഗരറ്റ് ഇരിപ്പുണ്ടോ? ഡാഡിക്ക് രണ്ട് പുകയെടുക്കാനാ. മമ്മി ഡാഡി ഞാൻ ചോദിച്ചില്ല. Oh my God. 220/110. ഇപ്പോഴല്ലേ മഞ്ജു ഇങ്ങനെ ചൂടാകുന്നതിന്റെ കാര്യം മനസ്സിലായത്? ഈ ഒരു വഴിയുള്ളൂ. പ്രഷർ നോർമൽ ആണെങ്കിൽ
ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. അയ്യോ, ഇത്രയും വലിയ സൂചിയോ? മഞ്ജുവിന്റെ രോഗവും വരുന്നല്ലേ. എനിക്കൊരു അസുഖമില്ല, ഇഞ്ചക്ഷനും വേണ്ട. ശരി. ചെവി പറഞ്ഞ ശരിയാണോ? മഞ്ജുവിന് ഞാൻ വെറുതെ ഒന്ന് പേടിപ്പിച്ചതല്ലേ. ഷീസ് ഓൾ റൈറ്റ്. ഡോക്ടർ സാറേ, എന്താ? ഇന്നലെ ഞാനേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താ കാര്യം? ഛേ, മനസ്സിലായില്ലേ? ഇനി മനസ്സിലായില്ലേ? ഒന്ന് ഉച്ചത്തിൽ പറ. ഇവിടെ ഒച്ച വെച്ച് സംസാരിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? There is a limit for everything. ഇതൊരു നാശമായല്ലോ. പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയാം. ഒച്ച വെച്ച് ബഹളം കൂട്ടുന്നേ ഉള്ളൂ. എന്താന്ന് വെച്ചാൽ തുറന്ന് പറ. വെച്ച എന്താ ഇത്? നീ എന്താ ഇത്ര ഉച്ചത്തിൽ ബഹളം വയ്ക്കുന്നത്? അതന്നെ ഇത് ഞാനും പറഞ്ഞത്. ഇവിടെ ഒച്ച വെച്ച് സംസാരിക്കാൻ പാടില്ല, അത് തെറ്റാണ്, ആന്റിക്ക് അത് ഇഷ്ടപ്പെടില്ല, ആന്റി വഴക്ക് പറയും, ഇതൊക്കെ ഞാൻ പറഞ്ഞതാ. പക്ഷെ ദേവി കേൾക്കണ്ടേ? ഡോക്ടറാണെന്നുള്ള ഗമയാ, അതുകൊണ്ടാണ് ആന്റി അനുസരിക്കാത്തത്. എന്തോ രവി ഇത്? ഇത്രയും വിദ്യാഭ്യാസമുള്ള നിനക്ക് ഞാൻ പറഞ്ഞിരുന്നോ ഡിസിപ്ലിന്റെ കാര്യം? സോറി മമ്മി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ചേട്ടത്തിമേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അനിയത്തിയോട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറയണം. എന്ത് രവി കാര്യം? വെറുതെ ആവശ്യമില്ല മമ്മിയെ കൊണ്ട് എന്നെ വഴക്ക് കേൾപ്പിക്കുന്ന പണിയൊക്കെ ഒപ്പിക്കുന്നത്. ഇന്നലെ പ്രഷർ അധികമാണെന്ന് പറഞ്ഞ് വരട്ടിയില്ലേ, അതിന് പകരം തീർത്തായിരിക്കും. ഇവിടെ ഇതാരുടെ ചെരുപ്പിന്റെ അടയാളമാ? ഇതാരുടെ ചെരുപ്പിന്റെ അടയാളമാണെന്ന്? ഇത് ഹൈ ഹീൽ ഇടുന്ന ആരുടെ ചെരുപ്പിന്റെ അടയാളമാണ്? ഇവിടെ ഹൈ ഹീൽ ചെരുപ്പിടുന്നത് മഞ്ജു ചേച്ചി മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചുതരാം. ചേച്ചി എഴുന്നേറ്റ്. എന്തിനാ എഴുന്നേറ്റ്. ആ ചെരുപ്പം കാണിച്ച്. ആ അത് തന്നെ നാളെ ചെലവെറ്റിരിക്കുന്നു. മഞ്ജു ഗാർഡനിൽ പോയിട്ട് ആ കാലോട് അകത്ത് വന്ന് കാണും അല്ലേ? അതിന് ഞാനിന്ന് പുറത്തിറങ്ങിയിട്ടേ ഇല്ല. ഈ വീട്ടിനകത്ത് ആര് ചെരുപ്പിട്ട് അഴുക്കാക്കിയോ അത് അവരവരെ തന്നെ വൃത്തിയാക്കണമെന്നൊരു നിയമമുണ്ട്. അതിന് ഡാഡി എന്നോ മമ്മിയെന്നോ വ്യത്യാസമില്ല അല്ലേ മമ്മി? അതിന് ഞാനല്ലത് ചെയ്തത്. ഇത് ചേച്ചിയുടെ ചെരുപ്പിന്റെ അടയാളമല്ലേ? ചേച്ചി എന്നെ തുടങ്ങണം. ഞാനും അതിന് ഒരാളെ നോക്കണം. ഇരിക്കാൻ വരട്ടെ. മഞ്ജു തന്നെ തുടയ്ക്കണം. ഞാൻ ചെയ്യാത്ത കുറ്റമാണിത്. പക്ഷെ എന്നെ കൊണ്ട് എന്നെ തുടപ്പിക്കണം നിർബന്ധമാണെങ്കിൽ ഞാൻ തന്നെ ചെയ്തേക്കാം. വേണ്ട മഞ്ജു, ഞാൻ തുടച്ചോളാം. ഗീതയോടെ ഇരിക്കെ. ആരെഴുക്കാക്കിയോ അവർ തന്നെ തുടച്ചാൽ മതി. വേണ്ട മഞ്ജു, ഞാൻ തുടച്ചോളാം. വേണ്ട, ഞാനാണിത് ചെയ്തെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. ഞാൻ തന്നെ തുടച്ചോളാം. ഇല്ല മമ്മി, ഞാനാണ് മഞ്ജുവിന്റെ ചെരുപ്പെടുത്തോടൊന്ന് ഇവിടെ അഴുക്കാക്കിയത്. ഇങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും എനിക്കിഷ്ടമല്ല. ഞാൻ പറഞ്ഞേക്കാം. മഞ്ജു, നീ തുടക്കണ്ട, അവിടെ വെച്ചേക്ക്. വന്നിരിക്കേ.